ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗൗരി. കുറച്ചധികം നാളായി ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ട്. അതിന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒരു കാരണമൊന്നുമില്ല. എന്നാലും പല പല കുഞ്ഞു കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും നാൾ വീഡിയോ ഇടാണ്ടിരുന്നിരുന്നത്. ഞങ്ങളിങ്ങനെ വീഡിയോകൾ ഇടാണ്ടായപ്പോൾ മലപ്പുറത്തുനിന്ന് അബ്ദുൽ സലാം എന്ന് പറഞ്ഞൊരു അച്ചാച്ചൻ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. എന്താണ് ഗൗരി വീഡിയോ ഇടാത്തത്, എന്തെങ്കിലും വേറെ പ്രശ്നമുണ്ടോ, സുഖമായിട്ടിരിക്കല്ലേ എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. പിന്നെ കുറേ പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആകെ പറയാനുള്ളത്. സംസ്ഥാന വനം വകുപ്പും കേരളത്തിലെ അറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകരും കൂടിയിട്ട് എല്ലാ വർഷവും നമ്മുടെ നാട്ടിൽ വരുന്ന കടൽ പക്ഷികളെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു സർവേ നടത്താറുണ്ട്. കടലിലുള്ള സർവേ ആയതുകൊണ്ട് പെലാജിക് സർവേ എന്നാണ് അതിനെ പറയണത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പക്ഷി നിരീക്ഷകനാണ് റാഫി കല്ലേറ്റുങ്കര. റാഫി അങ്കിളും ഞാനും ഭയങ്കര കൂട്ടാണ്. അപ്പോൾ ഒരു ദിവസം റാഫി അങ്കിള് അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സർവേ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ എങ്ങനെ ഒരു കടൽ യാത്ര പോകാമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഈ സർവേയുടെ ഭാഗമായത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് വിചാരിച്ചത്ര ഒരു രസകരമായൊരു യാത്രയായിരുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ വഴിയേ പറയാം. അപ്പോൾ റാഫി അങ്കിൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് രാവിലെ 6 മണിക്ക് ചാവക്കാട് ഫിഷ് ഹാർബറിലെത്താനാണ്. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി. അവിടെ ചെറിയ രജിസ്ട്രേഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിൽ കയറി. ബോട്ടിൽ കയറുന്നതിന് മുന്നേ ഞങ്ങളെല്ലാവരും കൂടി വനം വകുപ്പിൻ്റെ പെലാജിക് സർവേ എന്ന് എഴുതിയിട്ടുള്ള ബാനറൊക്കെ പിടിച്ച് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ബോട്ടിൽ കയറി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇതൊരു വീഡിയോ ആക്കി ഇടാന്ന് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പോയത്. പക്ഷേ കടലിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. ആദ്യമായിട്ട് കടലിൽ പോണ മിക്ക ആളുകൾക്കും ഈ പ്രശ്നം ഉണ്ടാവും. കടൽ ചൊരുക്ക്, കപ്പൽ ചൊരുക്ക്, ഇനിയിപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ സീ സിക്നസ് എന്നൊക്കെ പറയണതാണ് ഇത്. അതായത് നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഛർദ്ദിക്കാൻ പറ്റില്ലേ, അതിൻ്റെ ഒരു ഭീകരമായ അവസ്ഥയാണിത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ റാഫി അങ്കിള് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബോട്ടിൻ്റെ ഒരു ക്യാബിൻ്റെ അതിൻ്റെ അകത്ത് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഫുൾ ടൈം ഞാൻ അതിൻ്റെ അകത്തായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റിയില്ല. അതോടുകൂടി വീഡിയോ എടുക്കാന്നുള്ള പ്ലാൻ പൊളിഞ്ഞു. എന്നാലും ഞങ്ങൾ അവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ വീഡിയോ എടുത്തിരുന്നു. അതാണ് ഈ എപ്പിസോഡിലുള്ളത്. പിന്നെ ഇതിലുപയോഗിച്ചിട്ടുള്ള ഫോട്ടോകളൊക്കെ ഞങ്ങൾക്ക് തന്നത് റാഫി അങ്കിളും ഉണ്ണിച്ചേട്ടനുമാണ്. സർവേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ചാവക്കാട് ഹാർബറിൽ തന്നെയുള്ള ഒരു ഫിഷിംഗ് ബോട്ടാണ്. റസാക്ക് എന്ന് പറഞ്ഞൊരു മാമിൻ്റെയാണ് ഈ ബോട്ട്. കുറച്ച് വർഷങ്ങളായിട്ട് ഇതേ ബോട്ടിൽ തന്നെയാണ് ഇവർ സർവേക്ക് പോണത്. ഈ മാമൻ തന്നെയാണ് ഈ ബോട്ട് ഓടിക്കണത്. നമ്മൾ ഈ സർവേക്ക് ഫിഷിംഗ് ബോട്ട് തന്നെ ഉപയോഗിക്കണതിനൊരു കാരണമുണ്ട്. ഈ ബോട്ടുകാർ മീൻ പിടിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ബോട്ടിൻ്റെ പിന്നിൽ വല കെട്ടിയിട്ടിട്ട് കടലിൽ കൂടെ കുറേ ദൂരം ബോട്ടിനെ ഓടിച്ചുകൊണ്ടിരിക്കും. ഒരു 1/4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അവർ ഈ വല പൊക്കിയെടുത്ത് അതിൽ പെട്ടിരിക്കുന്ന മീനൊക്കെ ബോട്ടിൽ കുടഞ്ഞിടും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ മീനുകൾ ഉണ്ടാവും. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ആവശ്യമുള്ള മീനുകളൊക്കെ തെരഞ്ഞു മാറ്റി വയ്ക്കും. ബോട്ടിൽ കുറച്ച് അതിഥി തൊഴിലാളികളുണ്ട്. അവരാണ് ഈ മീനൊക്കെ തെരഞ്ഞെടുത്ത് മാറ്റണത്. അന്ന് കൂടുതലായിട്ടും ചെമ്മീനും മാന്തളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയുള്ളതെന്ന് പറയാനായിട്ട് കുറേ കക്കകൾ ഉണ്ടാവും, ശംഖുകൾ ഉണ്ടാവും, സ്റ്റാർ ഫിഷുകൾ ഉണ്ടാവും, ജെല്ലി ഫിഷുകൾ ഉണ്ടാവും, പിന്നെ കുറേ പാമ്പ് പോലത്തെ കടലിലുള്ള ജീവികളൊക്കെ ഉണ്ടാവും. തെരഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ തിരിച്ച് കടലിലേക്ക് തന്നെ എറിയും. നമ്മളിങ്ങനെ കടലിലേക്ക് തിരിച്ചെറിയുന്ന ജീവികളെ തിന്നാനായിട്ട് കടൽ പക്ഷികൾ കൂട്ടായിട്ട് വരും. ഈ സമയത്ത് സർവേ നടത്തുന്നവർക്ക് ഫോട്ടോ എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫിഷിംഗ് ബോട്ട് തന്നെ സർവേക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അവരുടെ മീൻപിടുത്തവും നടക്കും, നമ്മുടെ സർവേ നടക്കും. കടൽ പക്ഷികൾ ശരിക്കും പറഞ്ഞാൽ ദേശാടന പക്ഷികളാണ്. അവർ പല പല സ്ഥലത്ത് നിന്ന് വരുന്നവരാണ്. സീസൺ കഴിഞ്ഞാൽ ഇവരൊക്കെ തിരിച്ചു പോകും. മാത്രമല്ല ഇവരിൽ പലതും മുട്ടയിടാനല്ലാതെ കരയിലേക്ക് അങ്ങനെ പോവാത്തവരാണ്. എന്നുവെച്ചാൽ ഇവർ കടലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പക്ഷികളാണ്. അപ്പോൾ നമ്മുടെ ഈ സർവേയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വരുന്ന കടൽ പക്ഷികൾ ഏതൊക്കെയാണ്, അവരുടെ ഏകദേശം എണ്ണം, അതൊക്കെ മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു സർവേ പ്ലാൻ ചെയ്യണത്.
ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പെലാജിക് സർവേ ആരംഭിച്ചത് കേരളത്തിലാണ്. ഈ സർവേ സംഘടിപ്പിക്കുന്നത് കേരള സോഷ്യൽ ഫോറസ്ട്രി തൃശ്ശൂർ ഡിവിഷൻ തൃശ്ശൂർ റേഞ്ചാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ACF സജീഷ് സാറും റേഞ്ച് ഓഫീസർ രഞ്ജിത്ത് സാറും പിന്നെ അവരുടെ ഒരു ടീമും ഈ സർവേയുടെ ഒപ്പം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കടൽ പക്ഷികൾ വരുന്ന സീസൺ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ്. പക്ഷേ ഞങ്ങൾ പോയത് ഫെബ്രുവരിയിലായിരുന്നു. ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള ഈ സമയത്താണ് നമ്മുടെ കടൽ ഏറ്റവും കൂടുതൽ റഫാകുന്നത്. എന്നുവെച്ചാൽ ആ സമയത്ത് അപകട സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് സർവേ നടത്താൻ അനുമതി കിട്ടില്ല. നമുക്ക് കടലിൽ പോകണമെങ്കിൽ കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, നേവി, വനം വകുപ്പ് ഇവരുടെ ഒക്കെ അനുമതി വേണം. വനം വകുപ്പിന് ഈ സർവേക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് റാഫിയങ്ങളുടെ നേതൃത്വത്തിലുള്ള ബേർഡേഴ്സ് സാൻസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന പക്ഷി സ്നേഹികളുടെ ഒരു സംഘമാണ്. പക്ഷികളെ കുറിച്ച് ഒരുപാട് അറിവുകളുള്ള ഒരു വലിയ സംഘമാണിത്. ഇവരുടെ ഒരുപാട് അനുഭവ കഥകൾ അന്ന് റാഫിയങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. അതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു അനുഭവം ഞാൻ പറയാം. ഇസ്രായേലിലുള്ള ഒരു പക്ഷി സ്നേഹിയാണ് യൂസഫ് കയാറ്റ്. അദ്ദേഹം പക്ഷിക്കുഞ്ഞുങ്ങളുടെ കാലുമേ റിങ് ചെയ്തിട്ട് വിടാറുണ്ട്. ഈ പക്ഷികൾ ലോകത്ത് എവിടെയൊക്കെ പോകണമെന്ന് അറിയാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പക്ഷികളുടെ സഞ്ചാരത്തെക്കുറിച്ച് പഠിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അദ്ദേഹത്തിൻ്റെ പക്ഷികളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്, ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ. ഒരു തവണ നമ്മുടെ ഈ സർവേയിൽ അങ്ങനത്തെ ഒരു പക്ഷിനെ കണ്ടെത്തി. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പക്ഷിയെ കണ്ടെത്തുന്നത്. ഈ വിവരം അറിഞ്ഞ അദ്ദേഹം ബേർഡേഴ്സ് സാൻസ് ബോർഡേഴ്സിനോടും റാഫി കല്ലേറ്റുങ്ങരോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായി. റാഫിയങ്ങളുടെ പോലെ തന്നെ ഈ സർവേയിൽ പങ്കെടുത്തിട്ടുള്ള ഓരോരുത്തർക്കും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് മാത്രം അതൊന്നും നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കരയിലും കടലിലുമായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് 545 സ്പീഷീസിൽപ്പെട്ട പക്ഷികളെയാണ്. ഈ ലിസ്റ്റിലെ 7 പക്ഷികളെ കണ്ടുപിടിച്ചത് റാഫിയങ്ങളാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് റാഫിയങ്ങൾ പറയണത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ ഗോൾഡൻ പ്ലോവർ എന്ന് പറയുന്ന ഒരു പക്ഷിയെ കണ്ടെത്താൻ പറ്റിയതാണ്. പസഫിക് ഗോൾഡൻ പ്ലോവർ നമ്മുടെ അവിടെ കോമൺ ആയിട്ട് വരുന്ന ഒരു പക്ഷിയാണ്. പക്ഷേ അമേരിക്കൻ ഗോൾഡൻ പ്ലോവർ അങ്ങനെയല്ല. ഈ പക്ഷി ഇവിടെ വരുന്ന തന്നെ ആരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടെത്താനായത് ഒരു വലിയ അഭിമാനമായിട്ട് തന്നെയാണ് റാഫിയങ്ങൾ കാണുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയ പക്ഷികളെ കൂടാതെ വേറെയും പക്ഷികൾ ഇവിടെ വരുന്നുണ്ടാവാം. അങ്ങനെ കണ്ടെത്തിയാൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഒരു പുതിയ പക്ഷിയെ ഈ ലിസ്റ്റിൽ ചേർക്കാം. പക്ഷേ വിചാരിക്കുന്ന അത്ര സിമ്പിളല്ല ഈ കാര്യം. ചിലപ്പോൾ വാലിൻ്റെ ഷേപ്പിലുള്ള ചെറിയൊരു വ്യത്യാസമായിരിക്കാം 2 പക്ഷികൾ തമ്മിലുള്ള വ്യത്യാസം. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു ചെറിയ നിറവ്യത്യാസമായിരിക്കാം 2 സ്പീഷീസുകളെയും വേർതിരിക്കുന്ന ഒരു ഘടകം. ഇതൊക്കെ കൃത്യമായി കണ്ടെത്താനാണ് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി സർവേ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് ഈ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുടെ ഈ സർവേയിൽ ഏകദേശം 30ഓളം ആളുകളുണ്ടായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ നല്ല കിടിലൻ ക്യാമറകളും ഉണ്ടായിരുന്നു. ഇതിൽ ഞങ്ങൾക്ക് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നത് റാഫി അങ്കിളിനെയും ചാവക്കാടുള്ള ഫഹദ് ചേട്ടനെയും ഉണ്ണിച്ചേട്ടനെയും മാത്രമായിരുന്നു. ഈ സർവേക്ക് വേണ്ടി ഏകദേശം 20 നോട്ടിക്കൽ മൈൽ ദൂരം കടലിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. സാധാരണ 40-50 നോട്ടിക്കൽ മൈൽ പോവാറുണ്ട്. പക്ഷേ അന്ന് കാലാവസ്ഥ കുറച്ച് മോശമായ കാരണം 20 നോട്ടിക്കൽ മൈൽ ദൂരെ പോയുള്ളൂ. ചില പ്രാവശ്യമൊക്കെ നമ്മുടെ തീരത്ത് ഇതുവരെ കാണാത്ത പുതിയ കിളികളെയൊക്കെ ഈ സർവേയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തിയ ഒരു കിളിയാണ് വൈറ്റ് ചീക്ക് ടേൺ. സർവേ കഴിയുമ്പോൾ ഈ എടുത്ത എല്ലാ ഫോട്ടോകളും പരിശോധിക്കും. എന്നിട്ട് ഏതൊക്കെ പക്ഷികളാണ് എന്ന് മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ശേഷം ആ റിപ്പോർട്ട് സോഷ്യൽ ഫോറസ്ട്രിക്ക് കൈമാറും. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ വന്ന കാര്യം അറിഞ്ഞ് കുറച്ച് ഡോൾഫിനുകൾ അവിടെ എത്തി. അവരിങ്ങനെ കടൽപ്പരപ്പിൽ ഇടയ്ക്ക് വന്ന് പൊങ്ങും. മറ്റു മീനുകളെ പോലെയല്ല ഡോൾഫിനുകൾ. അവർ സസ്തനികളായതുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമേ അവർക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ പൊങ്ങി വരുന്നത്. ഏകദേശം ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഉഷാറായി. ആ സമയത്ത് ഞങ്ങളുടെ ഒപ്പം സർവേയിലുണ്ടായിരുന്ന ചിഞ്ചു എന്ന് പറഞ്ഞൊരു ചേച്ചി എനിക്കൊരു ഗുളിക തന്നു.
അത് കഴിച്ച ശേഷം ഞാനൊരു ഇതൊക്കെ ആയി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞങ്ങളുടെ ഉച്ചഭക്ഷണമായിരുന്നു. വള്ളക്കാരുടെ മീൻകറീനെയും ചോറിനൊക്കെ കുറിച്ച് അച്ഛൻ എന്നെ ഒരുപാട് പറഞ്ഞ് കൊതിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും സൂപ്പറായിരിക്കും അതെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പം തന്നെ പിടിച്ച നല്ല ഫ്രഷ് ചെമ്മീനും മാന്തളൊക്കെ കറി വെച്ച് അവർ ഞങ്ങൾക്ക് ചോറ് തന്നു. കാലത്തൊട്ടൊന്നും കഴിക്കാത്ത കാരണം എനിക്ക് നല്ല വിശപ്പും ഉണ്ടായി. പക്ഷേ ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊരു വലിയ നഷ്ടമായിപ്പോയി. ഇതൊക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ കടൽ യാത്രയിലെ അനുഭവങ്ങൾ. കാര്യം എനിക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഈ യാത്ര മുഴുവനായിട്ട് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. എന്നാലും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റി, പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു വളരെ നല്ല അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.